അപ്പോൾ ഹലോ ഗൈസ്, വീണ്ടും വന്നിരിക്കുകയാണ് വൺ ബ്ലോക്ക് കീബോർഡ് ഓൺലി സീരീസ് രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ അതെ, ഞാൻ കുറച്ച് ഓഫ് ക്യാമറ വർക്കായിരുന്നു. ഓഫ് ക്യാമറ പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാതെ റെക്കോർഡ് ചെയ്യാത്തതിനെ കുറച്ച് നമ്മുടെ ബ്ലോക്കൊക്കെ വെച്ചു, ക്രീപ്പർ ഒന്ന് പൊട്ടിത്തെറിച്ചു, കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അതവിടെ ഈ ഒരു സാധനം വെച്ചിരിക്കുന്നത് ഇതെന്തിനാ അറിയും, വല്ല മോബൊക്കെ സ്പോണായാലും ചാവാതെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും നോക്കണ്ട. പിന്നെ കഴിഞ്ഞ വീഡിയോക്ക് 5 ലൈക്ക് കിട്ടിയോണ്ടാണ് ഈ വീഡിയോ ഇറക്കണത്. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇറക്കണതിന് എന്താ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇറക്കും. പിന്നെ എൻ്റെ 2 കമൻറ്റ് കണ്ടതെന്ന് ഞാൻ ബ്രോ എന്നെ ഒന്ന് പിന്നാക്കോ ചോദിച്ച്, നിങ്ങൾ ചോദിച്ചാൽ ഞാൻ ചെയ്യും. നൈസ് ബ്രോ, നൈസ് കണ്ടന്റ് എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്താണ് നമ്മുടെ കോബിൾ സ്റ്റോൺ ആ സംഭവം ജനനേറ്റർ. അതുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ ഓരോ കുരിപ്പുകൾ വന്ന് വായിൽ തുറന്നിട്ട് പോവുകയാണ്. ആ വായിലടച്ച ഉപകാരമായ അതിനു വേണ്ടി നമ്മളൊക്കെ സ്റ്റോൺ 2 ഉള്ളൂ. മറ്റേ സാധനം ഉണ്ടാക്കണം, സ്റ്റെയർ കേസ്. ഞാൻ അപ്പം വരാം. ഓക്കെ, സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ വേണ്ടി 2 സ്റ്റോൺ. ആ സ്റ്റോൺ കിട്ടുമോ നോക്കാം, നോക്കാമല്ലോ. അയ്യോ, സ്വിച്ച് മാറുകയാണ്. നമുക്കെന്തായാലും നമ്മളെ ഇതെടുക്കാം, പിക്കാക്സ് എടുക്കാം. ഫസ്റ്റ് തന്നെ പിക്കാക്സ് എടുത്തിട്ട് ഇനി ഇതിവിടുന്ന് അത് വെള്ളമാണ്. ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് വെച്ചാൽ മതി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചവർ ബ്ലോക്ക് ഉണ്ടോ നോക്കാം. ഓക്കെ, ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാം. അതാണ്, വെള്ളം കുറേ ഉണ്ട് നമ്മുടെ അടുത്ത്. ഇവിടെ ഒന്നുണ്ട്, പിന്നെ പെട്ടിയിൽ 2 ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു 2 മതി. പിന്നെ ഇൻഫിനിറ്റി ആക്കി ഉപയോഗിച്ചാലോ. സ്റ്റോൺ കിട്ടിയെങ്കിൽ ഇപ്പം നമ്മളെ വീട്, അല്ലെങ്കിൽ പിന്നെ ഇപ്പം തന്നെ ഉണ്ടാക്കിയാലോ. വുഡ് വെച്ച് കണ്ട് ഉണ്ടാക്കിയേക്കാം. പക്ഷെ കരിയൊന്നുമില്ല, വെച്ചറിയില്ല. അത് കരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും. ഇതിലെന്താ നോക്കാം. ഒരു കാര്യം പറയാൻ മറന്നു, ഡയമണ്ട് കിട്ടി നമുക്ക്. പെട്ടിയിൽ ഡയമണ്ട് ഉണ്ട്. ഡയമണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് കിട്ടിയായിരുന്നു. അതാണ് ഡയമണ്ട് അളക്കച്ച് ഓരോ ചെസ്റ്റ് നിന്ന് കിട്ടുന്നുണ്ട്. ഈ ഒരു ബ്ലോക്ക് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഗോൾഡ് 14 ഇതൊക്കെ ചിലപ്പോൾ ആവശ്യം വരും. ഇതിൽ നെതർ ഇപ്പം എങ്ങനെയാണാവോ. നെതർ 1 ബ്ലോക്ക് ആയിക്കല്ലോ. ഇനി അവിടെ അതിൽ നെതർ ഇല്ലേ അറിയില്ല. ജസ്റ്റ് ഇതിൽ പിന്നെ ഒരു ഉപകാരം എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റർ ഏതെങ്കിലും സ്വിച്ച് നമുക്ക് ആരോ മാർക്കുമ്പോൾ പിടിച്ച് അവിടെ നിൽക്കുക, ഒരു ഡബിൾ ക്ലിക്ക്. എൻ്റർ 2 വട്ടം നിൽക്കിയാൽ മതി, അത് മേലെ പോയി കുത്തിന്നോളും. കീബോർഡ് ഓൺലിയിലായിട്ട് പറഞ്ഞാൽ മൗസ് ആണെങ്കിൽ ജസ്റ്റ് മൗസുമ്പോൾ പിടിച്ച് നിൽക്കിയാൽ പോരെ. കീബോർഡ് ഓൺലിക്കാർക്ക് ഇപ്പോൾ അത് സുഖമായി. എന്തായാലും സ്വിച്ച് ഓക്കെ. ഇനി ഒരു കോബിൾ സ്റ്റോൺ എന്തെങ്കിലും കിട്ടുമോ നോക്കാം നമുക്ക്. അവിടെ ഈ ചെസ്റ്റ് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. എല്ലാത്തിലും ഡയമണ്ടും ഉണ്ട്. അതാണ് നമുക്ക് ഡയമണ്ട് വെച്ച് ഇനിയൊരു പിക്കാക്സ് ആ സാധനം ഉണ്ടാക്കണം. പിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നവർ ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കാണുക. അതൊന്നും എനിക്കൊരു മോട്ടിവേഷനാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സ്വിച്ച് മാറി. അതാണ് ഈ സ്വിച്ച് ഇടക്കിടക്ക് മാറുകയാണ് ഞാൻ നിൽക്കുന്നത്. അതാണ് ഇടക്ക് പണി കിട്ടണത്. ഈ ലൈറ്റൊക്കെ നമുക്ക് പെട്ടിയിലിട്ടേക്കാം. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത് വെച്ചാൽ നമുക്കൊരു ഇതുണ്ടാക്കാം, പിക്കാക്സ് ഉണ്ടാക്കാം. അതാണ് വാട്ടർ ബക്കറ്റ് ഉണ്ടോ, അങ്ങനെ മറ്റേ ചെസ്റ്റിൽ നിന്ന് കുറേ കിട്ടും. പിന്നെ ചെസ്റ്റിൽ നിന്ന് കീബോർഡിൻ്റെ സൗണ്ട് ഉണ്ടോ, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തേക്ക്. ഞാൻ ഇവിടെ പിടിച്ചിങ്ങനെ നെക്കി അയക്ക്. ഇതാണ് ഇതിൽ ഏറ്റവും റിസ്ക്കില്ല പണി. ഈ ഇൻവെൻട്രി ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടി ചെസ്റ്റ് തുറക്കാൻ അങ്ങനെ ആക്കുക. അടുത്ത ബയോം ഏതാണ്? അയ്യോ, അതല്ല, ടീ അടിച്ച് നോക്കാം. അതൊക്കെ മാഞ്ഞു പോയി. ഞാൻ ബാക്ക് അടിച്ച് പോയിനാൽ സാധനങ്ങളൊക്കെ ഫുള്ള് പോയി.
ഞാനൊരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ വീഡിയോ ലൈക്ക് അടിച്ചിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത്. സ്റ്റക്കായി. എടാ ഇതിൻ്റെ ഈ ക്യാമറയ്ക്ക് വരുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ട്. ഇതുണ്ടോ? അടിപൊളി അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു മക്കളെ, ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും അത് അത്രേ ഉള്ളൂ. എഫ് അടിക്കാൻ നമുക്ക് ഞാൻ ഈ ക്യാമറയുടെ സാധനം എഫ് സ്വിച്ചിക്ക് മാറ്റിക്കണം. നിങ്ങളൊക്കെ ഏതിലാണ് ഉപയോഗിച്ചതെന്ന് പറയുന്നത്? മൊബൈലാണ് അതോ? അല്ല, ഞാനും മൊബൈലാണ്. പക്ഷേ ഈ കീബോർഡ് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ OTG എന്ന സാധനം വെച്ച്. OTGക്ക് 30 ഉറുപ്പ്യ ഉള്ളൂ. ഒരു കീബോർഡും വാങ്ങി കുത്തിയാൽ മതി. നിങ്ങൾക്കും കീബോർഡ് വെച്ച് കളിച്ചാൽ. എനിക്കിന്ന് സ്റ്റോൺ കിട്ടും തോന്നുന്നില്ല. നമുക്കില്ല, വുഡ് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ഓടാ കടിക്കോ? എൻ്റെ അമ്മോ, ഇപ്പം ചത്തേനെ. ഇമ്മ ഇതിന് ഫുള്ള് കരടി മാത്രം ഗൈസ്, കരടി മാത്രം. ഓട്ടെ, എന്നെ കൊല്ലടാ, കൊന്ന്. ഞാൻ എന്ത് തെറ്റാ ചെയ്തവന്മാരോട്. പക്ഷെ പിക്കാക്സ് പോയോ? എൻ്റെ പിക്കാക്സ് പോയി ഗൈസ്, പോയി. അത് പറഞ്ഞിട്ട് ഇനി കാര്യമില്ല, അതിന് തിരിച്ചു കിട്ടൂലല്ലോ. ഇവിടെ ഒരു ബ്ലോക്കൊക്കെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും ഈ ഡയമണ്ടിൻ്റെ സാധനം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പിക്കാക്സ് ഉണ്ടാക്കാം. ഇതിന് വേണ്ടത് ഇവിടെ ഇപ്പം ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാം. നമുക്ക് പിക്കാക്സ്, ഒരു ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഇതിലിട്ടേക്കാം. ഞാൻ ഇപ്പം വരാം മക്കളെ. ഞാൻ റെക്കോർഡ് ചോപ്പാക്കാൻ പറ്റില്ല. ഞാൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള സാധനം നോക്കണ്ട, അത് കുറ്റം പറയലാണ്. അവിടെ ഇവിടെയൊക്കെ കുറ്റം പറഞ്ഞിരിക്കും. നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് എന്തായാലും വീഡിയോയിൽ പോവാം. ഇതിലിഞ്ഞി എടാ വുഡ് വെച്ചിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക്? വുഡിൻ്റെ സ്റ്റെയർ കേസ് വെച്ചുകൊണ്ട് നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാം. ഇത് തീ പിടിക്കും, ചിലപ്പോൾ കത്തിപ്പോവും. വെറുതെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. സ്റ്റോൺ ഇല്ലാത്ത വശം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ഒരെണ്ണം ഉണ്ടാക്കാം. ഒരെണ്ണം നല്ല 4 ഉണ്ടായി. പക്ഷേ ആവശ്യം വരുമൊക്കെ പിന്നെ എപ്പോഴേലും ഒരു വീട് പണിയുമ്പോൾ ആവശ്യം വരും. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുക്കാം. വാട്ടർ ബക്കറ്റ്, ലാവ, പിന്നെ വാട്ടർ ബക്കറ്റും ലാവയും റെഡി. പിന്നെ കുറച്ച് ബ്ലോക്ക് കൊടുക്കുക. ബ്ലോക്കില്ല, ഈ ഒരു മറ്റേ ബ്ലോക്ക് എടുത്തു. ഈ ബ്ലോക്ക് ഇഷ്ടം പോലെ ഉണ്ട്. മഡ് ബ്ലോക്ക്. ഈ മഡ് ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. മഡ് ബ്ലോക്ക് നമുക്കൊരു ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഒരു 15 ബ്ലോക്ക് ദൂരത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു പ്ലാറ്റ്ഫോം സെറ്റാക്കും. ഇവിടെ 1 2 3 ഇതിനെണ്ണൊന്നും വേണ്ട. ഇവിടെ കുറച്ച് പ്ലാറ്റ്ഫോം സെറ്റാക്കി എടുക്കണം. കറക്റ്റാണ്. ഞാൻ എന്തായാലും ഒരു ബ്ലോക്കും കൂടി നീട്ടാം. എന്തായാലും ബ്ലോക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ നമ്മളൊക്കെ. ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനു വിഷമിക്കണേ? ഇപ്പുറത്തൊക്കെ ഒരു ബ്ലോക്ക് നീട്ടാം. ഇത് മതിയാവും. ഇതിൻ്റെ നടുവിലുണ്ടാക്കാം. അപ്പോൾ ഒരു 2 കൂടി വേണമെങ്കിൽ അങ്ങോട്ട് നീട്ടാം. വെറുതെ എന്തിനാ പിശിക്കണം നമ്മളല്ലേ? ബ്ലോക്ക് തികയുമല്ലോ, തികയും. അതാണ് എൻ്റെ ഷിഫ്റ്റ് നെക്കി പിടിച്ചുമ്പോൾ എനിക്ക് നെക്കാൻ ചെറിയ ഗതികേടുണ്ട്. എന്നാലും ചെങ്ങാനും വിട്ട് പോയി കഴിഞ്ഞാൽ താഴെപ്പോവും. ഓക്കെ, ഇപ്പം ഇത്രയും സെറ്റാക്കി. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം.
ഇവിടെ മഡ് ബ്ലോക്ക് വെച്ച് എങ്ങനെ ഉണ്ടാവും? മഡ് ബ്ലോക്ക് ഇവിടെ മഡ് ബ്ലോക്കിൻ്റെ മേലൊന്നും വെക്കാൻ പറ്റൂലേ? അത് ചെറിയില്ലു എടാ. മഡ് ബ്ലോക്കിൻ്റെ മേലൊന്നും വെക്കാൻ പറ്റൂലെന്ന്. വെക്കാൻ പറ്റും. അപ്പോൾ അതെന്തേ വർക്കാവുന്നേ? ഞാൻ പറ്റിക്കപ്പെട്ടു. എന്തായാലും ഇതിവിടെ വെക്കാം. ഇനി ഇതിൻ്റെ മേലൊരു സ്റ്റെയർ കേസ് വെക്കാം നമുക്ക്. എല്ലാവരും കണ്ടോളി എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരെണ്ണം വെക്കണം. പിന്നെ ഈ ബ്ലോക്ക് ചുറ്റോറം വെക്കണം. അതെന്തിനാ? അത് പൊട്ടിച്ച് കളയത് ടെമ്പററി ബ്ലോക്കാണ്. ടെമ്പററി പൊട്ടിച്ച് കളയാനുള്ള ബ്ലോക്കാണ് ഇത് ഫുള്ള്. ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ വെറുതെ വെച്ചതാണ്. ഇനി നമുക്ക് എന്തായാലും ട്രാപ്പ് ഡോർ എടുത്തിട്ട് ഇതവിടെ ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഈ ലാസ്റ്റത്തത് ഇവിടെ. ഇത്രയും സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ ഫാം സെറ്റായി. ഇനി ഇവിടെ ഇതിനെ വാട്ടർ ലോക്ക് ചെയ്യുക, ഇവിടെ ലാവാ ലോക്കും ചെയ്യുക. ഇത് വർക്കഡ് സാധനം തന്നെയാണ്, പക്ഷെ എന്തെങ്കിലും പണി കിട്ടുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പൊട്ടിച്ചളഞ്ഞാലും കുഴപ്പമില്ല. എൻ്റെ ബ്ലോക്ക് പോയി, അത് സാരല്ല. ലാഭ 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 എടാ പോയടാ, എൻ്റെ എല്ലാം പോച്ച്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു ഫുള്ള് പോയി. അതാണ് ഈ ഫാം പണി തന്നു. ഇനിയിപ്പോൾ തേക്കോ. എടാ ഇന്നത്തെ വീഡിയോ ഞാൻ നല്ല റെഡിക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. ഈ ഒരു സാധനമൊക്കെ എന്താണ് പണി കിട്ടിയത് വെച്ച് മനസ്സിലായില്ലല്ലോ. ഇതിൻ്റെ അടിയിൽ ബ്ലോക്ക് വെക്കാൻ മറന്നതാണോ? ചിലപ്പോൾ അതേക്കരം. അതിൻ്റെ അടിയിൽ ഒരു കൊബിൾ സ്റ്റോൺ കൊണ്ടേക്കാം. എന്തായാലും എൻ്റെ 3 ഡയമണ്ട് പോയി. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എൻ്റെ 3 ഡയമണ്ട് കൊണ്ടുപോയി ഞാൻ കളഞ്ഞു. ഈ ബ്ലോക്ക് എടുക്കാം. ഇപ്പം സെറ്റായിട്ടുണ്ടാവും നമ്മുടെ ഫാം. ഇതൊക്കെ പൊട്ടിച്ച് കളയാം. നമ്മൾ ചത്തു, ലാഗായി. എന്തായാലും ഇവിടുത്തെ അറ്റം വന്നതല്ലേ നമുക്ക്. അയ്യോ സ്റ്റെക്കാവണ്. അതാണ് ഇടയ്ക്കൊരു സ്റ്റെക്കാവലൊക്കെ ഉണ്ട്. ബാക്ക് ഇങ്ങോട്ട് ഇതിന് നമുക്കൊരു പ്രിന്റ് ചെയ്യാം. എൻ്റെ സ്റ്റെക്കായിപ്പോയി. വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ട് അറിയാം. എന്നാലും ഈ ഇടക്കിടക്ക് ഇങ്ങനെ സ്റ്റെക്കാവുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. ഈ ക്യാമറ മാറ്റുമ്പോഴാണ് സ്റ്റെക്കാവുന്നത്. അത് നമുക്കൊരു പണിയാണ്. പക്ഷെ എന്നാലും ക്യാമറ മാറ്റാതെ കളിച്ചാൽ കുഴപ്പമൊന്നുമില്ല. മാറ്റി കളിച്ചുമ്പോഴാണ് നമ്മളത് സ്റ്റെക്കാവണം. കണ്ടോ എന്താണിപ്പോൾ ഇത്? പക്ഷെ അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ക്യാമറ മാറ്റി ഒന്ന് വരുമ്പോൾ ഇത് സ്നോ അല്ലേ? നമുക്ക് സ്നോ കിട്ടി, വുഡ് കിട്ടി. പക്ഷേ ഈ ജന്തുക്കളെ കൊണ്ട് വല്ലാത്തൊരു ശല്യമാണ്. എൻ്റെ ഡയമണ്ട് എടുത്തു. എന്തായാലും ഒരു പിക്കാക്സും കൂടി ഉണ്ടാക്കട്ടെ നമുക്ക്. അപ്പോൾ അതേ വീണ്ടും പറയുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. 150 സബ്സ്ക്രൈബ്. 150 സബ്സ്ക്രൈബ് എങ്ങനെയും തേക്കണം എന്നാണ് എനിക്കൊരു പൂതി. ഒരാളെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടാൽ മതി എന്ന് അങ്ങനെ ഒരു പൂതിയുണ്ട്. എന്തായാലേ ഓക്കെ, സാധനം സെറ്റ്. ഇനി നമുക്ക് ഇത് റെഡിയാക്കാം. മൾട്ടിപ്ലെയർ ആയിട്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂടെ ഒരു മാച്ചിങ് പോയാൽ
എടാ നല്ലൊരു ഫോൺ വാങ്ങിച്ച് മൾട്ടിപ്ലെയറൊക്കെ കളിച്ചാൽ. ഇതിൽ ലാഗാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഓൺലൈൻ സെർവറൊക്കെ തുടങ്ങി പൈസ കൊടുക്കണം തോന്നുന്നു. നമ്മുടെ പൈസ ഒന്നും വേണ്ടിയില്ല. മൈൻക്രാഫ്റ്റ് അല്ലേ ഫ്രീ ആയിരിക്കും. അല്ല ഈ 2 ഡയമണ്ട് കൂടി ഇതിൽ വെച്ചിട്ട് പോണതല്ലേ അതിൻ്റേതായൊരു ഇത്. അല്ലെങ്കിൽ ഇതും കൊണ്ടുപോയി ഞാൻ കളയും. ഓക്കെ, എല്ലാം വെച്ചിക്കണേ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മേലെ കൂടി പോകുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് നെക്കിയിട്ടാണ് പോണത്. എങ്ങാനും ചത്താലോ. ഇനി പൊട്ടിച്ചു നോക്കാം. സാധനം വർക്കഡാണ്, പക്ഷേ സ്ലോയാണ്. ഇത് കുറച്ച് സ്ലോ ആയിട്ടാണ് വർക്കാവുന്നത്. അത് വലിയ ഇഷ്യൂ ഇല്ല. നമുക്ക് ഇത് കുറച്ച് വലുതാക്കി തന്നെ ഉണ്ടാക്കാം. ഇപ്പം എന്തായാലും നമ്മൾ സാധനമല്ല, നമുക്കൊരു അയൺ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓപ്പറിലൊക്കെ വെച്ച് കിടന്നാക്കിയിട്ട് തന്നെ ഓട്ടോമാറ്റിക്കാക്കി നമ്മൾ ഉണ്ടാക്കും ഇതൊക്കെ. അല്ല പിന്നെ ഒരു 10 കിട്ടിയ പ്ലാറ്റ്ഫോം വലുതാക്കിയാലോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഭൂമിൻ്റെ അടിക്ക് പോയി പെട്ടെന്ന്. ആ തവള അവിടെ കിടന്ന് ചാടുന്നുണ്ട്. അവനെയും പോയി എടുക്കാം നമുക്ക്. ഓക്കെ, ഈ ഒരു 36 ബ്ലോക്ക് നമുക്ക് എന്തിനു വെച്ചാൽ ഇനി എങ്ങാനും ചത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതെടുക്കാനാണ്. അടുത്ത സ്റ്റോണ് അതാണ്. ടൂൾസ് ഉണ്ടാക്കിയാലേ നമുക്ക് ടൂൾസ്. ഓക്കെ, ഒരു സോഡ് വേണ്ട, ആക്സ് ഉണ്ടാക്കി പിടിച്ചാൽ. ആക്സ് ആവശ്യം വരും. സോഡ് വേണ്ട, ആക്സ് ഷവ്വല് വേണം. മരല്ല, ഒരു മരം ഇതിൽ പെട്ടിയിലുണ്ട്. അവിടെ ഒരു മരം വലുതായിക്കണം. പക്ഷെ എന്നാലും ഇവിടെ പെട്ടിയിൽ മരം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ ആവശ്യം മക്കളെ. ഈ ഒരു മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് അത് സെറ്റാക്കാം. പോട്ടെ. അപ്പം മരത്തിൻ്റെ കഷ്ണം റെഡി. ഇനി ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് ഉണ്ടാക്കി ഇനി ഒരു ഷവലും കൂടി സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതേ ഫുൾ സാധനം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റോൺ പെട്ടിയിലിട്ടേക്കാം, അല്ലെങ്കിൽ വല്ല ക്രീപ്പറും വന്ന് ചത്ത ഫുള്ള് സ്റ്റോണും പിന്നെ കൊണ്ടുപോയി കളയും. മരവും സ്റ്റിക്കും ഒക്കെ, ഈ 3 ടൂൾസും മാത്രം മതി നമുക്ക്. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇവനെ തല്ലി കൊല്ലാം. പോ കൊല്ലല്ലേ. ഓക്കെ, അവനടിച്ച് പറപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് പൊട്ടിക്കാലോ. പോടാ. ഇതാണ് ശല്യം. മരവും ഒക്കെ സാധനങ്ങളും വരും. ഗോൾഡ് ഈ പെട്ടിയിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടായാൽ മതിയെന്ന്. എടാ ഇവിടെ ഇവന്മാരൊക്കെ ശല്യമാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നമ്മളെ ബാക്കിൽ എന്തെങ്കിലും വേലി എന്തെങ്കിലും കെട്ടിയേക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഓവർവേൾഡിക്ക് പോകും. മിക്കവാറും ചാൻസ് ഉണ്ട്. എന്തായാലും കിട്ടിയ ഐറ്റംസൊക്കെ നമുക്ക് പെട്ടിയിലിട്ടേക്കാം. ഇതിവിടെ നിന്നിട്ട് ഒരു 2 ക്ലിക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു ക്ലിക്ക് 2 ക്ലിക്ക് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കൂടാം. ഡെർട്ട് ഒരു 5 ഉണ്ട്. ഇത് വെച്ചിട്ട് ആവശ്യം വരും. നമുക്ക് എന്തായാലും കൃഷിയൊക്കെ സെറ്റാക്കണമെങ്കിൽ തന്നെ ആവശ്യം വരും. അപ്പോൾ ഡെർട്ട് നമ്മളിപ്പോൾ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ ഒരു ഹെൽമെറ്റ് കിടക്കുന്നുണ്ട്, തന്നേക്ക്. ഹെൽമെറ്റ് ഇട്ടു. പണി തുടങ്ങാം. വീണ്ടും ചെസ്റ്റ് വല്ല ഡയമണ്ട് കിട്ടിയാൽ മതിയെന്നു. ബെറിയോ എൻ്റെ മോനെ, ഇവൻ സീനാണ്. ഇതിൻ്റെ മേലെ എന്തെങ്കിലും വെക്കേണ്ടിയിരുന്നു. എപ്പോഴാണ് ഞാൻ അടിക്ക് പോകാമെന്നും പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യാം നമുക്ക്. അപ്പം മേലെ കൂടി അടിച്ചണ്ട,
നിൽക്കുന്നത് ഒരു കാര്യം ചെയ്യാം. ഇവിടെ അയ്യോ ഇവനെ തട്ടാതെ എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. പതിയെ അങ്ങനെ വാ. ഓക്കെ, ഇവനെ തട്ടി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം, ഇവിടെയും. അത് നമുക്ക് ചാടിയാലും കുഴപ്പമില്ല. ഇത് ചാടുമ്പോൾ ഓലിക്ക് നമ്മളെ കാണാൻ പറ്റും. അതാണ് പ്രശ്നം വരുന്നത്. ഇങ്ങനെ കാണുമ്പോൾ സ്വിച്ച് മാറി റൈറ്റ് ക്ലിക്ക് ചെയ്ത് അടുത്തെന്താ പുകയൊക്കെ ഇത് ഒലക്കായി കേട്ടോ. ആ ഭാഗത്തൊരു പുകയൊക്കെ ഉണ്ട്. ഇപ്പം ഈ ഭാഗത്തുനിന്ന് മൈൻ ചെയ്യാം. ആട് പോ കാര്യമായിട്ട് എന്തോ സ്പോണായി തോന്നുന്നു. അപ്പം അതും ക്ലിയർ ചെയ്തിട്ടുണ്ട്. അല്ല അത് പൊട്ടൂലേ, ഇരുമ്പോണ്ട് ഉണ്ടാക്കിയത്. ഓ വില്ലേജർ, എടാ നിന്നെ കാത്ത് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം വലുതാക്കാതെ സാധനം സെറ്റാക്കണം കുറച്ച് ഡേഞ്ചറാണ്. ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. നമ്മളെ ഈ ഒരു വില്ലേജറിനെ കിട്ടി. എന്തായാലും വീഡിയോ ഞാൻ ലെങ്ത് ആക്കാൻ വിചാരിച്ചില്ല. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. പക്ഷേ ഈ ഒരു വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് 5 ആണ്. ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാ വീഡിയോക്കും നമ്മൾ 5 ലൈക്കാണ് ടാർഗറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കൂട്ടാം. എന്തായാലും 5 ലൈക്ക് തന്നെ കിട്ടുമെന്നറിയില്ല. കഴിഞ്ഞ വീഡിയോക്ക് 3 ലൈക്കാണ് ഞാൻ അവസാനം. പക്ഷേ ഒരു കാര്യമുണ്ട്, 5 ലൈക്ക് ആവാതെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. നിങ്ങൾ അഥവാ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഇത് 5 ലൈക്കായിട്ട് ഇരിക്കും ഞാൻ ഇടാം. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഒരു ഇമോട്ട് ഇട്ടിട്ട് അവസാനിപ്പിക്കാം. ഇതിൽ ടാറ്റ ബൈ ഏതായിരുന്നു? ടാറ്റ ബൈ ഇതുണ്ടോ അടിപൊളിയിലെ ടാറ്റ ബൈ. അപ്പോൾ ബൈ